യൂറിക് ആസിഡ് കൂടുതലുള്ളവർ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നോക്കാം. യൂറിക് ആസിഡിന്റെ അളവ് ക്രമാതീതമായിട്ട് കൂടി ജോയിന്റുകളിൽ കടിഞ്ഞൂടി നീർക്കെട്ട് ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടാക്കും. അതിന്റെ ഫലമായിട്ട് അസഹനീയമായ വേദന, സന്ധികളിലൊക്കെ വീക്കം ഒക്കെ കാണാറുണ്ട്. മെയിനായിട്ട് കാലില് തള്ളവിരലിന്റെ അവിടെയാണ് ഇതിന്റെ ബുദ്ധിമുട്ട് കൂടുതൽ അനുഭവപ്പെടാറുള്ളത്. പിന്നെ മറ്റ് ജോയിന്റുകളില് കൈമുട്ട്, കാൽമുട്ട്, ആങ്കിള്, അതുപോലെ വിരലുകളിലൊക്കെ അനുഭവപ്പെടാറുണ്ട്. കൂടെ കിഡ്നി സ്റ്റോണും കാണാറുണ്ട്. യൂറിക് ആസിഡിന്റെ അളവ് കുറക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാന്നുള്ളത് നോക്കുകയാണെങ്കിൽ, ഒന്നാമതായിട്ട് എക്സസൈസ് ചെയ്യുക, ധാരാളം വെള്ളം കുടിക്കുക. മൂന്നാമത് ഭക്ഷണത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ റെഡ് മീറ്റുകളായിട്ടുള്ള ബീഫ്, പോർക്ക്, മട്ടനൊക്കെ ഒഴിവാക്കുക. മദ്യപാനമുള്ള ആളുകളാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഓർഗൻ മീറ്റുകളായിട്ടുള്ള ബീഫിന്റെ അതുപോലെ ചിക്കൻ്റെ ഒക്കെ ലിവർ അതൊക്കെ കുറക്കുക. അതുപോലെ ഷുഗർ പരമാവധി കുറച്ചു കൊണ്ടുവരിക. പാക്കേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഷുഗർ ഉള്ള ജ്യൂസുകളോ അല്ലെങ്കിൽ ഭക്ഷണങ്ങളോ ഒഴിവാക്കുക. ബേക്കറി ഐറ്റംസ്, ഈസ്റ്റ് ഒക്കെ ഇട്ടിട്ടുള്ള ബ്രെഡ്, അതുപോലെ കേക്ക് ഒക്കെ പോലത്തെ സാധനങ്ങൾ ഒഴിവാക്കുക. സീ ഫുഡ്, ഇത്തരം ഭക്ഷണങ്ങൾ മാക്സിമം ഭക്ഷണത്തിൽ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ചില ആളുകളിൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടുതലാണെങ്കിലും ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല. അത്തരം ആളുകളിൽ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആയിട്ടുള്ള എക്സസൈസ്, അതുപോലെ വെള്ളം കുടിക്കുക, ഭക്ഷണത്തിലൊക്കെ നിയന്ത്രണം വരുത്തിയാൽ തന്നെ യൂറിക് ആസിഡിന്റെ അളവ് കുറയും.